ഹലോ എവ്രിവൺ, എല്ലാവർക്കും നീൽസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന സാനിറ്ററി കെമിസ്റ്റ് എന്ന തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത്. അതിനകത്ത് ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഒരു പാർട്ട് മൊഡ്യൂൾ 4 ആണ്. അതിന്റെ ലാസ്റ്റ് റിവിഷൻ പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ടോപ്പിക് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അതിന്റെ റിവിഷൻ പാർട്ട് കഴിഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചെറിയൊരു പോർഷൻ ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് റിയാക്ഷൻ റേറ്റ്സ്, അതുപോലെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റേറ്റ്സ് ആൻഡ് ദെയർ മെക്കാനിസംസ്. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് റിയാക്ടൻസ് അങ്ങ് എന്ത് ചെയ്യുന്നു? റിയാക്ഷനിൽ പങ്കുചേരുന്നു. ദെൻ എന്ത് സംഭവിക്കുന്നു? പ്രോഡക്ട്സ് ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ? രണ്ട് റിയാക്ടൻസ് ചേരുന്നു, ദെൻ അവിടെ പ്രോഡക്ട്സ് ഉണ്ടാവുന്നു. ഇതിനെ നമ്മൾ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. റേറ്റ്, ആ റേറ്റിന്റെ സ്റ്റഡി, അതുപോലെ തന്നെ ആ റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ അതിന്റെ മെക്കാനിസംസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ റേറ്റ് എന്താണ് എന്നുള്ളത് പഠിക്കാം. ഓക്കെ, നോക്കൂ. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടൻസ് ഓർ പ്രൊഡക്ട്സ് പെർ യൂണിറ്റ് ടൈം. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, അതായത് ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിയാക്ടന്റുകൾ എന്തായിട്ട് മാറുന്നു? പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നു. അതാണ് ആക്ച്വലി ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? ഇവിടെ എന്താ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു യൂണിറ്റ് ടൈമില്, ഒരു സ്പെസിഫിക് ടൈം, അതാണ് ഈ യൂണിറ്റ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു യൂണിറ്റ് ടൈമില് നമ്മുടെ റിയാക്ടന്റിന്റെയും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷനിലുള്ള ചേഞ്ച്, മനസ്സിലായോ? അതിനെ നമ്മൾ എന്ത് പറയുന്നത്? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളത് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം റിയാക്ടൻസ് ചേർന്നിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെയുള്ള കോൺസെൻട്രേഷൻ എങ്ങനെയാ ചേഞ്ച് ചെയ്യുക? റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും, അല്ലെ? അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ അങ്ങനെ നടക്കുക. അതിന്റെ തിരിച്ചുള്ള പ്രോസസ്സും ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു കാഷ്വൽ പ്രോസസ്സിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ്, അല്ലെ, റിയാക്ടൻസ് എല്ലാം കൂടെ ചേർന്ന് കുറഞ്ഞ് എന്തായി മാറും? പ്രൊഡക്ട്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. കോൺസെൻട്രേഷൻ ഇങ്ങനെയാണ് സാധാരണ ചേഞ്ച് ചെയ്യുക. എന്താണ് റേറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണ്. അത് ഏതിന്റെ വേണമെങ്കിലും ആവാം, റിയാക്ടന്റിന്റെ ആവാം, പ്രൊഡക്റ്റിന്റെ ആവാം, പെർ യൂണിറ്റ് ടൈം. അത് ഓർത്തു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്മോൾ ലെറ്റർ ആർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് റെപ്രസെന്റ് ചെയ്യുന്നു. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആർ ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ആർ. മനസ്സിലായോ? റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആർ തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. രണ്ടും ഒന്ന് തന്നെയാണെന്ന് കേട്ടോ. അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. അതെന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ ആണ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഉണ്ട് കേട്ടോ, ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇനി ആ ഒരു എന്തുകൊണ്ടാണ് ഈ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു റിയാക്ടന്റുകൾ ചേർന്നിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ചേരുമ്പോഴത്തേനും റിയാക്ഷൻ സംഭവിച്ച് അവിടെ എന്തുണ്ടായി? കോൺസെൻട്രേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് അത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ നമ്മൾ എഴുതാനായിട്ട് കാരണം. അതുകൊണ്ട് തന്നെ നമ്മൾ റിയാക്ഷൻ എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അവിടെ ഒരു മൈനസ് വന്നിട്ടുണ്ട് അല്ലെ? ആ മൈനസ് സൂചിപ്പിക്കുന്നത് ഡിക്രീസ് എന്ന് പറയുന്നതിനെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും? ആർ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അല്ലേ? അതുകൊണ്ട് ഡെൽറ്റ എന്ന് എഴുതി. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ പെർ യൂണിറ്റ് ടൈം എന്നല്ലേ പറഞ്ഞത്? ടൈം ടേക്കൺ. അത് നമ്മൾ ഡെൽറ്റ ടി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് റിയാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് കേട്ടോ. റിയാക്ടന്റിന്റെ ടേംസിലാണ് ഇത് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ടെന്ന് നമ്മൾ ഓർത്തു വെക്കണം, കാരണം അവിടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട്. അതേസമയം നോക്കൂ, പ്രൊഡക്ട്സിന്റെ കേസിൽ നോക്കൂ, റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പി അല്ലെ? നമുക്കറിയാം റിയാക്ടൻസ് പോവുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് അവിടെ എന്താ ഫോം ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പിയറൻസ് അല്ലെങ്കിൽ ഫോർമേഷൻ എന്നൊക്കെ എഴുതുന്നത് കേട്ടോ. അതിന്റെ ഇക്വേഷൻ നോക്കൂ, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പി
ഡിവൈഡഡ് ബൈ, ഇവിടെ ഡിവൈഡഡ് ബൈ ഉണ്ട്, ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അതുകൊണ്ട് ഇവിടെ എന്തില്ല, നെഗറ്റീവ് സൈൻ ഇവിടെ ഇല്ല കേട്ടോ. കാരണം എന്താ, കോൺസെൻട്രേഷൻ ഇൻക്രീസ് അല്ലേ ചെയ്യണേ, അതുകൊണ്ട്. സോ നമുക്ക് എന്താ പറയുന്നത്, ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ എബവ് നമ്മൾ രണ്ട് എക്സ്പ്രഷൻസ് പറഞ്ഞല്ലോ, അതിന് നമ്മൾ റേറ്റ് എക്സ്പ്രഷൻസ് എന്ന് പറയും. സോ ദ എബവ് റേറ്റ് എക്സ്പ്രഷൻസ് ആർ ഓൾസോ കോൾഡ് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ, അങ്ങനെയും നമുക്ക് പറയാം. ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് നമുക്കതിനെ പറയാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. റേറ്റ് എന്താന്ന് ചോദിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ഇൻസ്റ്റന്റിലുള്ള അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. സോ നോക്കൂ, റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന നേരത്ത് നമ്മൾ അതിനെ ആർ ഇൻസ്റ്റ് എന്നങ്ങനെ എഴുതും കേട്ടോ. അപ്പൊ ഇവിടെ എന്താ വരുന്നത്, മൈനസ് ഡി ആർ, അതായത് ഇൻസ്റ്റന്റേനിയസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഡെൽറ്റയ്ക്ക് പകരം ഡി ആണ് ഉപയോഗിക്കുക, ഡിഫറൻഷ്യൽ ആണ് ഉപയോഗിക്കുക കേട്ടോ. ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി ടി, ഇങ്ങനെ എഴുതാം. അതായത് ഡെൽറ്റ ഉപയോഗിച്ചെടുത്ത് എല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഡി ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. മൈനസ് ഇവിടെ ഇടാൻ മറക്കരുത്, റിയാക്ടന്റിന്റെ സൈഡിൽ ഡി ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റിന്റെയും കൂടെ എഴുതുക. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, 2N2O5 ഇങ്ങനെയാ കേട്ടോ. N2O5 അറിയാലോ, ഗീവ്സ് 4NO2 പ്ലസ് O2. അപ്പൊ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമ്മൾ എങ്ങനെ എഴുതുന്നു നോക്കൂ, നിങ്ങൾ ആലോചിക്കൂ. അവിടെ ഒരു 2 മോൾ ഉണ്ട്. സോ അതിന് നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് ഫസ്റ്റ് തന്നെ എഴുതണം കേട്ടോ. -1/2. എന്തിനാ മൈനസ് കൊടുത്തേ, അത് റിയാക്ടന്റ് ആയതുകൊണ്ട്. സോ ഡി കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഡിവൈഡഡ് ബൈ ഡി ടി എഴുതി കഴിഞ്ഞില്ലേ. അപ്പൊ റിയാക്ടന്റ് കഴിഞ്ഞു, ഇനി പ്രൊഡക്റ്റ് ആണ്. സോ ഈക്വൽ ടു ഇട്ടു, ദെൻ 1/4 ഡി കോൺസെൻട്രേഷൻ ഓഫ് NO2 ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു, ഇനി എന്താ ഉള്ളത്, O2 ആണുള്ളത്. സോ അതുപോലെ തന്നെ ഡി കോൺസെൻട്രേഷൻ ഓഫ് O2 ഡിവൈഡഡ് ബൈ ഡി ടി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഏതൊരു റിയാക്ഷൻ തന്നാലും നമ്മൾ ഇത് ഇങ്ങനെയാണ് എഴുതുക. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആണ്. ഒരു റേറ്റ് ഓഫ് എ റിയാക്ഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കൂ, ആദ്യത്തെ ആണ് നേച്ചർ ഓഫ് റിയാക്ടന്റ്. അതായത് റിയാക്ടന്റിന്റെ പ്രത്യേകത നമ്മൾ നോക്കണം. അതിപ്പോ നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം, അല്ലെ, അങ്ങനെയുള്ള ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും ആവാം. അപ്പൊ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഓക്കെ, രണ്ടാമത് ഏതാ വരുന്നത്, കോൺസെൻട്രേഷൻ. അത് എത്ര എടുത്തു, നമ്മൾ ഓൾറെഡി കോൺസെൻട്രേഷൻ ആണല്ലോ കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കോൺസെൻട്രേഷൻ. അടുത്തത് ടെമ്പറേച്ചർ, ദെൻ പ്രഷർ, ദെൻ കാറ്റലിസ്റ്റ്, ദെൻ റേഡിയേഷൻ. റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് കേട്ടോ, അത് ഏത് വേണമെങ്കിലും ആവാം. റേഡിയേഷൻ ആവാം, അല്ലാച്ച ലൈറ്റ് ആവാം. സോ ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മുടെ റേറ്റിനെ എഫക്ട് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ, ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, നോക്കൂ, ഇനി നെക്സ്റ്റ്, ഫോർ എ ജനറൽ റിയാക്ഷൻ. ഒരു ജനറൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് എ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് കോയിഫിഷ്യന്റിനെ കാണിക്കുന്നതാണ്. നമ്മളിപ്പോ 2NO2 എന്ന് പറഞ്ഞല്ലോ, അതിൽ ആ 2നെ കാണിക്കുന്നതാണ് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നോക്കൂ, 2NO2 പകരം നമ്മൾ എ എന്ന് എഴുതിയിട്ടുണ്ട്. സോ എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്. ജസ്റ്റ് ഒരു റിയാക്ഷൻ ആണത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് നമ്മൾ എങ്ങനെ എഴുതുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ റേറ്റ് എഴുതി വരുന്ന സമയത്ത് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ്, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. അതായത് എക്സും വൈയും നമുക്ക് ഇങ്ങനെ കൊടുക്കാം. നോക്കിപ്പോ ആർ ഈസ് ഈക്വൽ ടു വേണ്ട, നമുക്ക് ആദ്യം ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ്, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ, ഇങ്ങനെ എഴുതാം. മനസ്സിലായോ? അതിപ്പോ എ ബി ബിക്ക് തന്നെ ഈക്വൽ ആവണം എന്നില്ല കേട്ടോ, അത് ഡിപ്പെൻസ്. ഓക്കെ, ഡിപ്പെൻഡ് ആയിട്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ
പ്രൊപ്പോർഷണൽ സൈൻ മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വേണം. സോ ഈക്വൽ ടു എന്ന് കൊടുക്കുക. ഇനി ഇവിടെ എടുക്കുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കെ ആണ്. സോ കെ ഇൻറ്റു എ റേസ് ടു എക്സ് അതുപോലെ ബി റേസ് ടു വൈ, ഇങ്ങനെ ഒരു ഇക്വേഷൻസ് കേട്ടോ. ഈ ഇക്വേഷനെ നമ്മൾ എന്ത് പറയുന്നത്? റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ലോ ഇക്വേഷൻ എന്ന് പറയുന്നത്. റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ലോ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ജസ്റ്റ് ഇതിന് തന്നെയാ പറയുന്നത്. നോക്കൂ, ഇറ്റ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ റിലേറ്റിംഗ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അല്ലെ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കാണിക്കുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണിത്. ആൻഡ് എന്തിനൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് in which each concentration term is raised to a power, കണ്ടോ, power which may or may not be equal to the stoichiometric coefficient in the balanced chemical equation. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നൊന്നും വേണ്ട, ഒന്നുമില്ല. നമ്മളിപ്പോ ഈ പറഞ്ഞ റേറ്റ് ഇക്വേഷൻസിനെ മാത്രം ഓർത്താൽ മതി, ഇത് മാത്രം ഓർത്താൽ മതി. അതായത് ആർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്നാ പറയുന്നത്? കോൺസെൻട്രേഷൻ ഈക്വൽ ആണ്. ആരുടെ? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആണെന്നാ പറയുന്നത്, രണ്ടും. അതുപോലെ റേസ്ഡ് ടു എ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എഴുതുന്ന നമ്പറാ, ഈ എക്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ കേട്ടോ, വേറെ കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇതാണ് റേറ്റ് ലോ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇൻ ദ എബവ് ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇക്വേഷനിൽ കെ എടുത്തുല്ലോ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ആ കോൺസ്റ്റന്റിന് പറയുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയും നമ്മൾ അതിനെ കേട്ടോ. റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ പറയുക. ഓക്കെ, so it is defined as the rate of the reaction when the concentration of each of the reactants is unity. അതായത് കെ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് കോൺസ്റ്റന്റിനെ കാണിക്കുന്നതാണ്. ഇനി നമ്മൾ ഇക്വേഷൻ എന്താ പറഞ്ഞേ? ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ, അല്ലെ? എങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഈ കോൺസെൻട്രേഷൻ ടേമുകൾ 1 ആയി കഴിഞ്ഞാൽ, മനസ്സിലായോ? കോൺസെൻട്രേഷൻ ടേമുകൾ 1 ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താ? ഇതും 1 ആയി, ഇതും 1 ആയി. സോ ഇതെല്ലാം പോയില്ലേ? ബാക്കി എന്തായി? ആർ ഇസ് ഈക്വൽ ടു കെ എന്നായി, അല്ലെ? അതാണ് നമ്മൾ സെക്കൻഡ് സെന്റൻസിൽ പറയുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റേറ്റ് തന്നെയാണെന്ന്. എപ്പോ? കോൺസെൻട്രേഷൻ ടേമുകൾ 1 ആവുന്ന ഇതില് കേട്ടോ, സാഹചര്യത്തില്. ഓക്കെ അല്ലേ? ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അപ്പൊ അത് ഞാൻ ഓൾറെഡി കൊടുത്തിരിക്കുന്നതിനകത്ത് ക്ലാസിഫൈ ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതിന്റെ ഡിഫറൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. നോക്കൂ, ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സം ഓഫ് ദ പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ കണ്ടുപിടിക്കുന്ന നേരത്ത് നമ്മൾ ആദ്യം എഴുതേണ്ട ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിന്റെ റേറ്റ് ലോ എഴുതുക. അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഓർഡർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ് ലോ ആദ്യം എഴുതണം. ഓക്കെ അല്ലേ? ഇനി അതേസമയം മോളിക്കുലാരിറ്റി ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് ആണ്. ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് സ്പീഷീസ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി. പിന്നെ എളുപ്പത്തിന് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിള്, 2N2 plus 3H2 gives 2NH3. ഓക്കെ, ഇത് നമ്മുടെ ഹേബർ പ്രോസസ് ആണ്. ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കെമിക്കൽ ഉണ്ടാവുന്നതാണ്? അമോണിയയുടെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹേബർ പ്രോസസ് കേട്ടോ. അതിന്റെ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താ പറയുക? എളുപ്പമാണ്. റിയാക്ടൻസ് നോക്കുക നിങ്ങൾ. റിയാക്ടൻസിനകത്ത് അതിന്റെ മോൾസ് നോക്കുക. എത്രയത്? 3 അതുപോലെ 2 വരുന്നുണ്ട്. അത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അതാണ് അതിന്റെ മോളിക്കുലാരിറ്റി. അപ്പൊ എത്രയാ വരിക? 3 + 2 എത്രയാ? 5. അപ്പൊ 5 ആണ് ഇതിന്റെ മോളിക്കുലാരിറ്റി. എളുപ്പമല്ലേ? മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി അതേസമയം ഇതിന്റെ ഓർഡർ എങ്ങനെയാ കണ്ടുപിടിക്കാന്നറിയോ? ആർ ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ കേസാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെ? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ടേംസ്. അപ്പൊ അതെങ്ങനെയാ വരിക? N2 റേസ് ടു 2, കാരണം 2 ആണുള്ളത്, അല്ലെ? അതുപോലെ H2 റേസ് ടു 3, അല്ലെ? 3 ആണ് വരുന്നത്. സോ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുക. ഇതും കൂടെ ആഡ് ചെയ്യുക. എത്രയാണ് വരുന്നത്? 5 തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് വലിയ വ്യത്യാസം വരുന്നില്ല. 5 3 + 2 ചെയ്യുക കേട്ടോ. ഇറ്റ് ഈസ് എ സം ഓഫ് ദ പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ.
ഇതാണ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്നുള്ളതിലെ ഡിഫറൻസ്. നോക്കൂ, രണ്ടാമത്തെ നോക്കൂ, ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. ചോദിച്ചിട്ട് തോന്നുന്നു ഏതൊരു എക്സാമിന്, അതായത് ഏതാണ് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി എന്നുള്ളത്, ഓർഡർ ആണോ മോളിക്കുലാരിറ്റി ആണോ എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കുക, ഈ മോൾ, ഹലോ, ഓക്കെ. അപ്പൊ നോക്കൂ, ഓർത്തിരിക്കാൻ ഞാൻ എളുപ്പത്തിന് പറഞ്ഞുതരാണ്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് മോളിക്യൂൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ നേക്കഡ് ആയി വെച്ച് കാണാൻ പറ്റുമോ? ഹലോ, ഈ ഹോർമോൺസ് ഒക്കെ ഉണ്ടാവില്ലേ, കെമിക്കൽസ്, ഓക്സിജൻ, ഹലോ, ഓക്കെ. സോ നോക്കൂ, മോളിക്കുലാരിറ്റിയുടെ കേസാ പറയുന്നത്. മോളിക്കുലാരിറ്റിന്റെ കേസ് നമുക്ക് ഓർത്തു വെക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്പ് പോലെയാ പറയുന്നത്. നമ്മളിപ്പോ മോളിക്യൂൾ എന്ന് പറയുന്നതൊക്കെ എന്താ, അതായത് ഇപ്പോ കാണാനായിട്ട് പറ്റില്ല അല്ലെ, നമ്മൾ കൂടുതൽ അത് തിയറി ആയിട്ടാണ് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് അല്ലെ, മോളിക്കുലാരിറ്റി. അപ്പൊ അങ്ങനെ ആലോചിക്കുക കേട്ടോ. അതായത് തിയറിറ്റിക്കൽ ഒരു കൺസെപ്റ്റ് ആണ് ഈ പറയുന്ന മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, ഇറ്റ് ഇസ് എ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ് ഓർഡർ എന്ന് പറയുന്നത്. അതുപോലെ ഓർഡറിന്റെ വാല്യൂ വേണമെങ്കിൽ 0 ആവാം, അതുപോലെ ഫ്രാക്ഷണൽ ആവാം. പക്ഷെ മോളിക്കുലാരിറ്റി ഒരിക്കലും 0 അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ആവില്ല. ഇനി അതുപോലെ ഓർഡറിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലിക്കബിൾ ടു ബോത്ത് എലമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. എലമെന്ററി റിയാക്ഷൻസിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, കോംപ്ലക്സ് റിയാക്ഷൻസിലും പറ്റും. പക്ഷെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എലമെന്ററി റിയാക്ഷൻസിൽ മാത്രമേ പറ്റുള്ളൂ. ഈ കോംപ്ലക്സ് റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, കുറെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതായത് കുറെ സ്റ്റെപ്പിൽ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്ന കുറെ റിയാക്ഷൻസ് ഉണ്ട്. അതാണ് ഈ കോംപ്ലക്സ് റിയാക്ഷൻ പറയുന്നത്. എലമെന്ററി എന്ന് പറയുമ്പോൾ 1 സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആവുന്ന റിയാക്ഷൻസ് ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സോ ഓർഡർ മോളിക്കുലാരിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. നോക്കൂ, ഇഫ് ദ ഓർഡർ ഓഫ് ഈ റിയാക്ഷൻ 0, ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 0 ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ ആണ് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ ഡീകമ്പോസിഷൻ ആണ് അറ്റ് ദ സർഫസ് ഓഫ് പ്ലാറ്റിനം. പ്ലാറ്റിനത്തിന്റെ സർഫസിലുള്ള അമോണിയയുടെ ഡീകമ്പോസിഷൻ അറ്റ് ഹൈ പ്രഷർ. അതേസമയം ഓർഡർ അപ്പോൾ ഓർഡർ 1 ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് വിളിക്കും, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ റിയാക്ഷൻ ഓർഡർ 2 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. അതിന് ഓക്കെ മനസ്സിലാക്കുക. നോക്കൂ, അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, അതിന്റെ എക്സാമ്പിൾ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്, അത് നോക്കൂ. അതേതൊക്കെയാന്ന് നോക്കൂ, ഡീകമ്പോസിഷൻ ഓഫ് അസറ്റാൽഡിഹൈഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ലോറിനേഷൻ ഓഫ് ക്ലോറോഫോം. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അതേസമയം മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമുക്ക് അതിനെ യൂണിമോളിക്കുലർ റിയാക്ഷൻ എന്ന് പറയാം. യൂണിമോളിക്കുലർ റിയാക്ഷൻ, അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അമോണിയം നൈട്രൈറ്റിന്റെ ഡീകമ്പോസിഷൻ. ആൻഡ് ബൈമോളിക്കുലർ റിയാക്ഷന്റെ എക്സാമ്പിൾ നോക്കൂ, ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് ആണ് യൂണിറ്റ് ഓഫ് വെയിറ്റ് കോൺസ്റ്റന്റ്. അത് അറിഞ്ഞിരിക്കണം, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതിപ്പോ കൂടുതലും 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, മാക്സിമം അത്രയൊക്കെ ചോദിക്കാറുള്ളൂ, കൂടുതൽ ചോദിക്കാറില്ല. അപ്പൊ അത് അറിഞ്ഞിരിക്കണം, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. നോക്കൂ, ഇതിന്റെ ജനറൽ ഫോർമുല ഉണ്ട്. ഞാനിപ്പോ അതിന് ഡെറിവേഷൻ കാര്യങ്ങൾ പറയുന്നില്ല, ജനറൽ ഫോർമുല ഉണ്ട്. നോക്കൂ, മോൾ റേസ് ടു, ഇതാണ് അതിന്റെ ജനറൽ ഫോർമുല. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n - 1, s റേസ് ടു -1. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഓർഡർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ യൂണിറ്റും അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആദ്യത്തെ ഒരു 3 എണ്ണം പഠിച്ചു വെക്കുക, അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ ഫോർമുല നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അല്ലാത്ത വട്ടം നോക്കുക. നോക്കൂ, ഇപ്പൊ ഓർഡർ 1 ആണ്. അപ്പൊ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ, നിങ്ങൾക്ക് അപ്പൊ ആലോചിച്ച് സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ടിപ്പ് പറയുന്നത്. ഓർഡർ 1 ആണ്. ഓർഡർ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ യൂണിറ്റിൽ ആലോചിക്കുക, അതിൽ ഒരൊറ്റ ആളെ ഉണ്ടാവുള്ളൂ എന്ന് ആലോചിക്കുക. അതാരാ, നമ്മുടെ സെക്കൻഡ് റേസ് ടു -1. ഇതാണ് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഓർഡർ 1 ആയതുകൊണ്ട് ഒരൊറ്റ ആളേ ഉള്ളൂ, അതാരാ, സെക്കൻഡ് ആണ്. സോ സെക്കൻഡ് റേസ് ടു -1 അങ്ങനെ ഓർത്ത് വെക്കുക. ബാക്കി കേസുകളിൽ അങ്ങനെ പറ്റില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ഓർഡറിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതുപോലെ ഓർഡർ 0 വരുമ്പോൾ എന്താ വരുന്നത്, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് അല്ലെ, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്നാ വരുന്നത്. ഓർഡർ 2 വരുന്ന സമയത്ത് മോൾ ലിറ്റർ റേസ് ടു -1, മോൾ റേസ് ടു -1, ലിറ്റർ ലിറ്റർ അത്രേ ഉള്ളൂ, +1 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അത് മോൾ റേസ് ടു -1, ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. ഓക്കെ, അപ്പൊ അത് തെറ്റിപ്പോകരുത്, ശ്രദ്ധിക്കണം. ഓർഡർ 1 ആകുമ്പോൾ സിമ്പിളാ.
കേട്ടോ. മോൾ റേസ് ടു -1, ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. ഇതാണ് ഓർഡർ 2ന്റെ കേസ്. ബാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഹാഫ് ലൈഫ് ആണ്. ഹാഫ് ലൈഫ് എന്താണെന്ന് അറിയാലോ, നമ്മൾ അതിന് ടി ഹാഫ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ടി ഹാഫ് കേട്ടോ, ഇങ്ങനെ എഴുതുക, ടി ഹാഫ്. ഓക്കെ. ഹാഫ് ലൈഫ് റിയാക്ഷൻ അല്ല, ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഇസ് ദ ടൈം ടേക്കൺ ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ reduced to 1/2 of its initial concentration. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇപ്പൊ നോക്കൂ, ആറിനാണ് കിടക്കണമെന്ന് വിചാരിക്കൂ. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, അതായത് ആദ്യം ഉണ്ടായ കോൺസെൻട്രേഷൻ ആറിന് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത് R/2 ആവാൻ വേണ്ടിയിട്ടുള്ള ടൈം, അതായത് ആദ്യം മനസ്സിലായോ, കാര്യം പിടിയിട്ടില്ലേ? ഇനീഷ്യൽ ഇപ്പൊ R എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹാഫ് ആവാൻ വേണ്ടിയിട്ടുള്ള എന്ത് ടൈം, അതാണ് അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. R/2 ആവാൻ വേണ്ടിയിട്ടുള്ള ടൈം, അതാണ് അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ടി ഹാഫ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ. സോ ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കേണ്ട. ഞാൻ പറയുന്നത് ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏത് യൂണിറ്റിന്റെ കേസിൽ ചോദിച്ചതാണ്. പിന്നെ ഓർഡർ മോളിക്കുലാരിറ്റിയുടെ കേസിലും ഏതോ ഒരു എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വരും. എന്നിട്ട് അത് ഓർഡറിനെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അങ്ങനെ എന്തോ സംതിങ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പഠിക്കണം, കൺഫ്യൂഷൻ വരരുത്. ഓക്കെ. ഇനി നോക്കൂ, നമുക്ക് ഓരോ ഓർഡർ റിയാക്ഷന്റെ കേസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സീറോ ഓർഡർ റിയാക്ഷൻ ആണ് കേട്ടോ. ഞാനതിനെ പ്രിസൈസ് ആക്കിയിട്ടാണ് ഇപ്പൊ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ കറക്റ്റ് ഡെറിവേഷൻ ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി അതിന്റെ ലെങ്തി ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡെറിവേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടും. ഈസി ഡെറിവേഷൻ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോ MCQ ആണല്ലോ നമ്മുടെ മെയിൻ PSC ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെറിവേഷന്റെ ആവശ്യം അവിടെ വരുന്നില്ല. എത്രയും പെട്ടെന്ന് ടൈം കൺസ്യൂം ചെയ്യാതെ ആൻസറിലേക്ക് വരിക എന്നുള്ളൊരു ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഡെറിവേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക കേട്ടോ. സോ നോക്കൂ, ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. റേറ്റ് ഇക്വേഷൻ നോക്കൂ എങ്ങനെയാ വരുന്നത്. K ഈസ് ഈക്വൽ ടു R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R/T. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വരുന്നത്. സീറോ ഓർഡർ റിയാക്ഷന്റെ കേസാണ്, ഓർത്ത് വെക്കുക കേട്ടോ. R0 മൈനസ് R/T. ഇനി ഇതിന്റെ ഗ്രാഫ് നോക്കൂ, ഗ്രാഫ് തിരിച്ചറിയാൻ അറിഞ്ഞിരിക്കണം. നോക്കൂ, കോൺസെൻട്രേഷൻ ആണ് വരുന്നത് Y ആക്സിസിൽ, X ആക്സിസിൽ എന്ത് വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്. സോ ഇതിനകത്ത് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. കണ്ടോ, R0ന്റെ വാല്യൂ ഇവിടെ Y ഇന്റർസെപ്റ്റിന്റെ വാല്യൂ ആണ് R0 എന്ന് പറയുന്നത്. നമുക്ക് വാല്യൂ എത്രയാണ് വരുന്നത് സ്ലോപ്പിന്റെ, K ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സ്ലോപ്പ്. അതാണ് നമ്മുടെ, അതുകൊണ്ട് നമ്മൾ മേലിന്ന് താഴേക്ക് വരച്ചിരിക്കുന്നത്, ഓർത്തു വെക്കണം കേട്ടോ. അതായത് സീറോ ഓർഡറിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഓക്കെ. ഇനി ഇതിന്റെ എക്സാമ്പിൾ നോക്കൂ, ഡീകമ്പോസിഷൻ ഓഫ് ഗേഷ്യസ് അമോണിയയുടെ അല്ലെ, ഗേഷ്യസ് അമോണിയയുടെ ഡീകമ്പോസിഷൻ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണത്. അതുപോലെ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് HIന്റെ തെർമൽ ഡീകമ്പോസിഷൻ വരുന്നുണ്ട്. ഇനി ഈ സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് R0/2K. പഠിച്ചു വെക്കുക, R0/2K കേട്ടോ. സോ ഇതിനകത്ത് നോക്കൂ, ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ initial concentration of the reactants and inversely proportional to the rate constant. അതായത് R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇനീഷ്യൽ കോൺസെൻട്രേഷനാ കേട്ടോ. സോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ടി ഹാഫ് എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. പക്ഷെ റേറ്റ് കോൺസ്റ്റന്റിന് അതെന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതാണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞു. ഇതേ ഓർഡറിൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും കൂടെ പഠിക്കാം. അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നോക്കൂ, എന്താ വരിക, K is equal to 2.303/T log R0/R. ഗ്രാഫ് രണ്ടെണ്ണം വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതായത് X ആക്സിസിലും Y ആക്സിസിലും ആൾക്കാർ മാറുന്നതിനനുസരിച്ച് ഗ്രാഫ് മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ കാണാപ്പാടം പഠിക്കുമ്പോഴേ മാറിപ്പോരുത് കേട്ടോ. നോക്കൂ, ഇവിടെ LNR അതുപോലെ T അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് സ്ലോപ്പ് ആണ് നമുക്ക് വരുന്നത് ഫസ്റ്റില് കേട്ടോ. LNRഉം Tയും അവിടെ എന്തായിരുന്നു, ജസ്റ്റ് കോൺസെൻട്രേഷനും എന്തായിരുന്നു, ടൈമും ആയിരുന്നു കേട്ടോ. ഇവിടെ LNR ലോഗരിതം വരുന്നത്. അതേസമയം ലോഗ് R0/Rഉം ടൈമും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലോപ്പ് പോസിറ്റീവ് സ്ലോപ്പ് ആണ് വരുന്നത്, പോസിറ്റീവ് സ്ലോപ്പ്. അപ്പൊ ഇത് രണ്ടും എന്താണ്, ഫസ്റ്റ് ഓർഡറിന്റെ ആണെന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ. സോ ഗ്രാഫ് കിട്ടിയല്ലോ, അതുപോലെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി നോക്കൂ എന്താ ഉള്ളത്, എക്സാമ്പിൾസ് എന്താ വരുന്നത്, ഹൈഡ്രോജനേഷൻ ഓഫ് ഈത്തീൻ. കണ്ടോ, ഹൈഡ്രോജനേഷൻ ഓഫ് ഈത്തീൻ. നെക്സ്റ്റ് നോക്കൂ,
ഓൾ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്റ്റീവ് ഡീകേ ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ഡിസന്റിഗ്രേഷൻ എന്ന് പറയുന്നത് ഏത് കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യണമെന്നുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ വട്ടം ചോദിച്ചതാ. ഏതാ അപ്പൊ വരിക? ഫസ്റ്റ് ഓർഡറാ വരിക. മനസ്സിലായോ? അതാ പറഞ്ഞേ കേട്ടോ. അടുത്ത നോക്കൂ, ഡീകമ്പോസിഷൻ ഓഫ് N2O5 അല്ലെ? അതും എന്താ വരുന്നത്? ഫസ്റ്റ് ഓർഡർ ആണ് വരുന്നത്. ഇനി ഇതിന്റെ ഹാഫ് ലൈഫ് പീരീഡ് നോക്കൂ, ഏതാ വരുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. 0.693 ഡിവൈഡഡ് ബൈ കെ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ ഒരു കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് അല്ലേ, അതിന് ഇൻഡിപെൻഡന്റ് ആണ്. നോക്കൂ, നമ്മൾ ഈ ഇക്വേഷനകത്ത് നമുക്ക് കോൺസെൻട്രേഷൻ ടേം എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണത് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഓർഡർ പറയുന്നത് ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആണ്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി നോക്കൂ, ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എന്താ ഈ സ്യൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സ്യൂഡോ എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഹാഫ് എന്നുള്ളൊരു അർത്ഥം കേട്ടോ, ഒരു സെമി എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അതായത് ഈ റിയാക്ഷൻസ് കാണുന്ന സമയത്ത്, അതായത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് കാണുന്ന സമയത്ത് നമ്മൾ എന്താ വിചാരിക്കുക? ഹയർ ഓർഡർ ആണെന്ന് വിചാരിക്കും. അതായത് 2ഓ അല്ലെങ്കിൽ 3ഓ ഒക്കെയാണ് ഓർഡർ വരുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷേ എന്താണ്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും അവര് ഫോളോ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയുള്ളവരെ നമ്മൾ പറയുന്ന പേരാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻസിലെല്ലാം ഒരു റിയാക്ടന്റ് എന്ന് പറയുന്നത് വളരെ ഹൈ എമൗണ്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷന്റെ ചേഞ്ച് ആ റേറ്റിന് ഒരിക്കലും അത് എഫക്ട് ചെയ്യില്ല. അപ്പൊ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് 2 ഹൈഡ്രോളിസിസ് ആണ്. ഒന്ന് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററിന്റെ ഹൈഡ്രോളിസിസ്. രണ്ടാമതെന്ന് പറയുന്നത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, അതായത് ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ്, അങ്ങനെയും പറയാം കേട്ടോ. അപ്പൊ അതിന്റെ റേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, അത് കണ്ടോ? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഈ ഒരു ആളുടെ കോൺസെൻട്രേഷൻ. അല്ലാതെ ഈ H2O നമ്മൾ എടുക്കില്ല കേട്ടോ. ഈ H2O നമ്മൾ എന്ത് ചെയ്യില്ല? എടുക്കില്ല. ഇവിടെ ഇതുണ്ട് കേട്ടോ, ഉണ്ട്. ആരോ മാർക്ക് ഉണ്ട്. ഈ H2O നമ്മൾ എടുക്കുന്നില്ല. കാരണം ആ റിയാക്ഷൻസ്, അതായത് H2Oന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യില്ല. സോ ഇതെന്താ? ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് അല്ലെ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇവിടെയും എന്ത് തന്നെയാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് വരിക. ഓക്കെ, നമ്മൾ കാണുമ്പോൾ വിചാരിക്കും സെക്കൻഡ് ഓർഡർ ആണ്, ബട്ട് അല്ല. എന്താണ്? അത് ഫസ്റ്റ് ഓർഡർ ആണ് കേട്ടോ. 2 ഹൈഡ്രോളിസിസ് ആണ്. ഇതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് എന്നും പറയും കേട്ടോ, രണ്ടാമത്തെ ആളിന്. ഓർത്തു വെക്കാം. നോക്കൂ, റേറ്റ് ഓഫ് റിയാക്ഷൻ ടെമ്പറേച്ചറും എങ്ങനെ എഫക്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആർ ആക്സലറേറ്റഡ് ബൈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമുക്കറിയാം, റിയാക്ഷൻസിൽ കൂടുതലും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യും? ആ റിയാക്ഷന്റെ സ്പീഡ് കൂടും. അതുകൊണ്ട് പൊതുവേ നമ്മൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിലാണ് ചെയ്യാറ്. നോക്കൂ, ഇവിടെ 10 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഡബിൾ ആയിട്ടാണ് മാറുന്നത്. ഡബിൾ ആയിട്ട് മാറുന്നുണ്ട്, ശ്രദ്ധിക്കുക. 10 ഡിഗ്രി കൂട്ടുമ്പോൾ യെസ്, നിയർലി ഡബിൾഡ് ആവുന്നുണ്ട് റേറ്റ് കോൺസ്റ്റന്റ്. അതുപോലെ തന്നെ റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് 2 ടെമ്പറേച്ചർ, 2 ടെമ്പറേച്ചറുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറിംഗ് ബൈ 100 ഈസ് കോൾഡ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ്. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് പറയുന്നു? ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എപ്പോ നോക്കൂ, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ അറ്റ് T+10 കെൽവിൻ ഡിവൈഡഡ് ബൈ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ അറ്റ് T കെൽവിൻ, അതായത് ഒരു ടെമ്പറേച്ചർ, സ്പെസിഫിക് ടെമ്പറേച്ചർ. ഓക്കെ, നോക്കൂ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, അതായത് ഒരു റേറ്റ്, അതുപോലെ തന്നെ ആ റേറ്റിനെ എങ്ങനെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അറീനിയസ് ഇക്വേഷൻ. അപ്പൊ അതെന്താ അറീനിയസ് ഇക്വേഷൻ? AE⁻ ഇങ്ങനെ കേട്ടോ. അത് റേസ് ടു ആണ്, മൈനസ് അല്ല. AE⁻ ആണ്. അതിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ അതിനെ അറീനിയസ് പാരാമീറ്റർ എന്ന് വിളിക്കുന്നു. ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് നിങ്ങൾക്ക് അറിയാം. ടി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജി ആണ്. ഓക്കെ, ജൂൾസ് പെർ മോൾ ആണ് അതിന്റെ യൂണിറ്റ് കേട്ടോ. സോ നോക്കൂ, അക്കോർഡിംഗ് ടു അറീനിയസ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? റിയാക്ടന്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുമ്പോൾ അല്ലെ, കൂട്ടിമുട്ടുമ്പോൾ അല്ലെ. നമുക്കറിയാം എല്ലാ കൊളിഷൻസും എഫക്റ്റീവ് അല്ല. എല്ലാവരും വന്ന് അങ്ങനെ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തല്ല എഫക്റ്റീവ് കൊളിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഒരു മിനിമം കൈനറ്റിക് എനർജി ഉള്ളവര് വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു കൊളിഷൻ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, ആ മിനിമം കൈനറ്റിക് എനർജിക്ക് പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്.
ഒരു മനസ്സിലായോ? അപ്പൊ ആക്ടിവേഷൻ എനർജി ഉള്ളവർക്ക് മാത്രമാണ് എന്തെന്ന് പറയുള്ളൂ, കൊളിഷൻ എഫക്റ്റീവ് ആയിട്ട് അവിടെ നടക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. ഒരു ഇന്റർമീഡിയറ്റ് അവിടെ ഫോം ചെയ്യുന്നു. അത് അൺസ്റ്റേബിൾ ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അതിനെ പറയുന്ന പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. മനസ്സിലായല്ലോ? അത് പിന്നീട് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, കൂടുതൽ നേരത്തേക്ക് അത് നിൽക്കില്ല, പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറും, പ്രൊഡക്റ്റ് ആയിട്ട് മാറും. നോക്കൂ, അപ്പൊ അതാണ് റിയാക്ഷൻ കോർഡിനേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് കണ്ടു, അത് പൊട്ടൻഷ്യൽ എനർജി റിയാക്ഷൻ കോർഡിനേറ്റ് എക്സ് ആൻഡ് വൈ ആക്സിസിൽ. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്. നമ്മുടെ ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, അതായത് H2 പ്ലസ് I2 ഗീവ്സ് 2HI. ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ റിയാക്ഷന്റെ ഗ്രാഫാണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കൂ, എ എന്ന് പറയുന്ന പൊസിഷൻ, അതാണ് നമ്മുടെ റിയാക്ടന്റിന്റെ പൊസിഷൻ. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ടിവേഷൻ എനർജി കിട്ടിയിട്ട് അങ്ങനെ മേലേക്ക് പോകുന്നു, വിച്ച് ഈസ് കോൾഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അതൊരു അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് ആണ്. അത് പിന്നീട് എന്ത് ചെയ്യുന്നു, എനർജി കുറവായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ എ അതുപോലെ സി, ഈ രണ്ട് എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, in a reaction, all the molecules in the reacting species do not have the same kinetic energy. നമുക്കറിയാലോ അത്, അല്ലെ? ഈ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്ന റിയാക്ടിംഗ് സ്പീഷീസിന്റെ മോളിക്യൂൾസിന് എല്ലാത്തിനും ഒരേ എനർജി ആയിരിക്കുമോ, കൈനറ്റിക് എനർജി? ഒരിക്കലും അല്ല, അല്ലെ? സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ആ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ട് സയന്റിസ്റ്റ് ആണ്, ഒന്ന് ബോൾസ്മാനും രണ്ടാമത് മാക്സ്വെല്ലും കേട്ടോ. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലും ലുഡ്വിഗ് ബോൾസ്മാനും ആണ്. സോ ഇവരെന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ, ഇവരൊരു ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവര് ഏതൊക്കെയാണ് ആക്സസ് എടുത്തിട്ടുള്ളത്, മോളിക്യൂൾസിന്റെ ഫ്രാക്ഷനും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും, ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു പ്ലോട്ട് എടുത്തിട്ടുണ്ട്. ആ പ്ലോട്ടിനെ പറയുന്ന പേരാണ് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഓഫ് മോളിക്കുലർ എനർജീസ് എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ ഇതിന് ഫ്രാക്ഷനും കൈനറ്റിക് എനർജിയും എടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ദ മാക്സിമം പാർട്ടുള്ള ഈ ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്, മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസിന് പൊസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. മനസ്സിലായില്ലേ? ഈ ഒരു വാല്യൂ ആയിരിക്കും അവിടെയുള്ള മോളിക്യൂൾസ് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുക, കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത് ഈ ഒരു പോർഷനാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിനെ പറയുന്ന പേരാണ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. നോക്കൂ, പീക്ക് ഓഫ് ദ കർവ് ഈസ് കോൾഡ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. ഇറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി പ്രോസസ് ബൈ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്. കിട്ടോ? നമ്മളിപ്പോ ഒരു 10 പേരുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 8 പേർക്കുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്ന വാല്യൂ അതായിരിക്കും. ബാക്കി 2 പേരുടെ വേറെ ആയിരിക്കും കേട്ടോ. നമ്മൾ ഏകദേശം ഒരു ആവറേജ് അല്ലേ എപ്പോഴും കണക്കാക്കുക, അതുപോലെ കേട്ടോ. At normal temperature, the fraction of molecules having generally equal to or greater than activation energy is very low. നോർമൽ ടെമ്പറേച്ചറിന്റെ കേസിനകത്ത് എന്താ പറയുന്നത്, ആക്ടിവേഷൻ എനർജി അതിൽ കൂടുതൽ, ആക്ടിവേഷൻ എനർജിയേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി ഉള്ള ആൾക്കാരോ വളരെ കുറവായിരിക്കും. അതുപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ അർഗിനസ് ഇക്വേഷൻ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞേ, K is equal to A e raised to minus EA by RT. ഇതായിരുന്നു നമ്മുടെ അർഗിനസ് ഇക്വേഷൻ. ഈ അർഗിനസ് ഇക്വേഷന്റെ ലോഗരിതമിക് ഫോം നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എന്താ, ln K മൈനസ് EA by RT പ്ലസ് ln A. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ജസ്റ്റ് ലോഗരിതം ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിനകത്ത്. ഇപ്പൊ എന്താ വരിക, ln K വരും ഈക്വൽ ടു ln A, ഇനി ഇ റേസ് ടു മൈനസ് EA by RT അല്ലേ, അപ്പൊ അതെന്ത് ചെയ്യും, അത് താഴേക്ക് വരികയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് മൈനസ്, അതാണ് ഇവിടെ ആദ്യം എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കിയാൽ മതി. നോക്കൂ, മൈനസ് EA by RT പ്ലസ് ln A, മൈനസ് മൈനസ് വരും, അതുകൊണ്ടാണ് അവിടെ പ്ലസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ വരുന്നത്, y is equal to mx plus c എന്നുള്ളതാണല്ലോ ഒരു ലൈനിന്റെ ഇക്വേഷൻ. y is equal to mx plus c, ഇതാണല്ലോ ഒരു ലൈനിന്റെ ഇക്വേഷൻ അല്ലെ. അപ്പൊ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന ആരാണ്, ln K ആണ് വരുന്നത് അല്ലെ. ഇനി x ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന ആരാണ്, 1/t. t മാത്രം കൺസിഡർ ചെയ്താൽ മതി കേട്ടോ, കാരണം t മാത്രമാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ 1/t x ആയിട്ട് വന്നത്. ഓക്കെ,
ഇനി സ്ലോപ്പ് ആരായിരിക്കും? എം ആണ് സ്ലോപ്പ്. അപ്പൊ ഇവിടെ ആരാ സ്ലോപ്പ് വരുന്നത്? -EA/RT അതാണ് സ്ലോപ്പ് വരുന്നത്. ഓക്കെ, ഇനി ഇന്റർസെപ്റ്റ് y ഇന്റർസെപ്റ്റ് ആരാണ്? സി. അതാരാ ഇവിടെ വരുന്നത്? LNA. അതാണ് ഇവിടെ LN വന്നത്. മനസ്സിലായത് എങ്ങനെയാണ്? ഇനി ആ മൈനസ് ഉള്ളത് കൊണ്ടാണ് ഇത് മേലെന്ന് താഴേക്ക് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഗ്രാഫും ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, രണ്ട് വാല്യൂസ് വരുന്ന സാഹചര്യങ്ങളിൽ കെന്റെ വാല്യൂ, റേറ്റ് കോൺസ്റ്റന്റ് 2, അതുപോലെ ടെമ്പറേച്ചർ 2 വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. log K2/K1 equal to EA/2.303 R T2 minus T1 by T1 T2. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞ ടെമ്പറേച്ചറിന്റെ കേസാണ് കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാറ്റലിസ്റ്റിന്റെ കേസാണ്. നമുക്കറിയാം കാറ്റലിസ്റ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? യെസ്, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ദി ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി എന്നൊരു തിയറിനെ വെച്ചിട്ടാണ് നമ്മൾ ഇത് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം എന്ത് ആദ്യം സംഭവിക്കുന്നത്? ഒരു കാറ്റലിസ്റ്റ് അല്ലെ? ആ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം റിയാക്ടന്റുമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, റിയാക്ടന്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ഒരു അൺസ്റ്റേബിൾ ആയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് അവിടെ ഫോം ചെയ്യാണ്. അത് പിന്നീട് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. പ്രൊഡക്റ്റ് മാത്രമാണോ? അല്ല. എന്താ പറയുന്നത്? കാറ്റലിസ്റ്റും കൂടെ ആയിട്ട് മാറുന്നുണ്ട്. കാറ്റലിസ്റ്റ് ഒരിക്കലും റിയാക്ഷൻ നടക്കുന്നില്ല അവിടെ, അല്ലെ? അതായത് റിയാക്ടന്റുകളായിട്ട് ചേർന്ന് പോകുന്നില്ല, അല്ലെ? ആ കാറ്റലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിനെ കാറ്റലിസ്റ്റ് എന്നുള്ളൊരു കാറ്റഗറിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അറ്റ് ദ എൻഡ്, റിയാക്ഷന്റെ എൻഡിൽ നമുക്ക് കാറ്റലിസ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിയാക്ഷൻ നമ്മൾ വിചാരിച്ച പോലെ അവിടെ കിട്ടില്ല. മനസ്സിലായോ? നോക്കൂ, കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കെമിക്കൽ റിയാക്ഷനെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട്. മനസ്സിലായോ? വിത്ത് ലോ ആക്ടിവേഷൻ എനർജി ബിറ്റ്വീൻ റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ്. ആക്ടിവേഷൻ എനർജി കുറച്ചിട്ടാണ് അവർ റേറ്റ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ എന്ത്? കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ മാത്രമല്ല ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് പോർഷൻ ആണ് കൊളിഷൻ തിയറി എന്ന് പറയുന്നത്. സോ കൊളിഷൻ തിയറി എന്ന് പറയുന്നത് വില്യം ലൂയിസ് ആൻഡ് മാക്സ് സ്ട്രോസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ബേസ്ഡ് ആണ് ഉള്ളത്. ഓക്കെ, ഈ തിയറിയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് റിയാക്ടന്റ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഒരു ഹാർഡ് സ്ഫിയർ ആയിട്ട് നമ്മൾ എക്സ്യൂം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് ഈച്ച് അതർ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് നമ്പർ ഓഫ് കൊളിഷൻ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അതിന് നമ്മൾ പറയുന്ന പേരാണ് കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി അതർ ഫാക്ടർ ഉണ്ട് ഇവിടെ വിച്ച് എഫക്ട് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജിയാണ്. ഇനി ഒരു ബൈമോളിക്കുലർ എലമെന്ററി റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നോക്കൂ, എന്താ വരുന്നത്? R is equal to ZAB E raised to ZAB ഇങ്ങനെയാട്ടോ എഴുതുന്നത്. ZAB ഇങ്ങനെയാട്ടോ. equal ZAB E raised to -EA/RT, where ZAB represents the collision frequency. Collision frequency നെ കാണിക്കുന്നതാണ് ZAB. A and B and E raised to -EA/RT എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, ഇനി അരിനസ് ഇക്വേഷൻസുമായിട്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും എ എന്ന് പറയുന്നത് കൊളിഷൻ ഫ്രീക്വൻസിയുമായിട്ട് റിലേറ്റഡ് ആണ്. Okay, a third factor which affect the rate of chemical reaction is the proper orientation. Okay, ഇപ്പോൾ ഒരു പ്രോപ്പർ ഓറിയന്റേഷൻ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് പ്രോപ്പർ ഓറിയന്റേഷൻ ഓഫ് ദ റിയാക്ടന്റ് മോളിക്യൂൾസ് ലീഡ് ടു ബോണ്ട് ഫോർമേഷൻ. അതൊരു പ്രോപ്പർ ഓറിയന്റേഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കും. പക്ഷേ ഇംപ്രോപ്പർ ഓറിയന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ബൗൺസ് ബാക്ക്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യില്ല? പ്രോഡക്റ്റ് ഫോർമേഷൻ നടക്കില്ല. Okay, probability or steric factor is introduced. The above equation becomes, നമ്മൾ അപ്പോഴേ പറഞ്ഞ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നത്? PZAB E raised to -EA/RT. അതായത് P എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ വന്നു, സ്റ്റെറിക് ഫാക്ടർ അവിടെ വരും കേട്ടോ. അത്രയേ ഉള്ളൂ. അതായത് ഇംപ്രോപ്പർ ഓറിയന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ റേറ്റില് P എന്ന് പറയുന്ന ഒരു ഫാക്ടർ എക്സ്ട്രാ വരും. ഓക്കെ,
Collision theory, activation energy, and proper orientation of the molecules together determine the criteria of effective collision and hence the rate of chemical reaction. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ വരുന്നുണ്ട്? കൊളിഷൻ തിയറി, ആക്ടിവേഷൻ എനർജി ആൻഡ് പ്രോപ്പർ ഓറിയന്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എഫക്റ്റീവ് കൊളിഷന് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രൈറ്റീരിയകള് അല്ലെ. അങ്ങനെ എഫക്റ്റീവ് കൊളിഷൻ നടന്നു കഴിഞ്ഞാൽ അത് ആരിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെയും കൂടെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് സെറ്റായി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് അവിടെ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അതുകൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും ആൾക്കാർ അവിടെ എന്ത് ചെയ്യും, ഡിപ്പെൻഡന്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത്രയാണ് കെമിക്കൽ കൈനറ്റിക്സിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇതിന്റെ ലെങ്തിയർ ക്ലാസ്സുകളുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകളും വൃത്തിയായിട്ട് കണ്ടതിന് ശേഷം ഞാൻ ഇന്നൊരു ക്യുസോറി ഇടുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പിനകത്തൊരു ക്യുസോറി ഇടുന്നുണ്ട്. ആ ക്യുസോറി നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഓക്കെ, ഇപ്പൊ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. കിട്ടുന്ന മാർക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, കളയരുത്. കാരണം ഇതെല്ലാം ചെറിയ പോർഷൻസ് ആണ്. നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഷുവർ ആക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് മാർക്കുകൾ ഈ പോർഷൻസിലൊക്കെ ഉണ്ട്. അതൊരിക്കലും വിട്ട് കളയരുത്. ക്യുസോറി തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് തെർമോഡൈനാമിക്സ് ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.